അല്ല, ഞാൻ 2018 ജഡ്ജ്മെൻറ്റിൽ തന്നെ ഐ എം സാറ്റിസ്ഫൈഡ്. ബിക്കോസ് എനിക്ക് എന്താ വേണ്ടത്, ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അത് 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞു. 3 പ്രാവശ്യം സെപ്പറേറ്റ് ഇതിൽ. പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് ഈ ജെയിംസ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സും അതിന് സുപ്രീം കോടതി അപ്രൂവും ചെയ്തു. സോ അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പറയാനേ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആം ഐ ആഫ്റ്റർ ദം? എനിക്ക് ഇവരെ പിടിച്ച് അകത്താക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? സത്യത്തിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഫെഡപ്പ്. 30 വർഷം ഇതിൻ്റെ പുറത്ത് നടന്നിട്ടുള്ള ആ വേദന എന്താണുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഭയങ്കര കഷ്ടമാണത്. ഇറ്റ്സ് നോട്ട് എ ഈസി ജോക്ക്. 1 or 2 വർഷമല്ല, 30 years, 30 വർഷം. അത് ഒരു നിവൃത്തിയില്ലാതെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു നാട്ടിൻ്റെ ലൈഫ് തന്നെ മോശമായി പോയില്ലേ? ആർക്കാണ് അതിനെക്കുറിച്ച് ബോധറേഷൻ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. എനിവേ, കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ കേസിനെ കുറിച്ച് ഒന്നും പഠിച്ചില്ലാന്ന് തോന്നുന്നു. കിട്ടി. ഞാനൊരു അപ്പീലും കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ആലോചിക്കുന്നു. കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നാലും കുഴപ്പമില്ല. ഞാനല്ല പറഞ്ഞത്. 18 പേരിനെ കുറിച്ച് ആദ്യം തന്നെ ന്യൂസിൽ വന്നിരുന്നു. ആയിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതല്ല എൻ്റെ ജോലി. അവരെ ഒരു ചാർജ് ചെയ്യുന്ന ആ രീതി വന്ന ഉടൻ തന്നെ എൻ്റെ ജോലി തീർന്നു. അതിനുശേഷം ഐ ആം നോട്ട് ബോതേഡ് എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് യാതൊരു, നിങ്ങൾ കാണിക്കുന്ന ഇൻട്രസ്റ്റ് പോലും എനിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ആഗ്രഹം അതാണോ എന്ന് വെച്ചാൽ ഇല്ല. ഞാനത് പറഞ്ഞു, നിങ്ങൾ കേട്ടോന്നറിയില്ല. അവർക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ ഒരു അബദ്ധം പറ്റിയെന്ന് അവർ സമ്മതിച്ച് തരികയാണെങ്കിൽ മാത്രം മതി. എനിക്ക് 90%, 99% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ 1% സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ വരണമെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് അവർ ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് പറയണം. ഞാനല്ലല്ലോ വിഡ്രോ ചെയ്യാനായിട്ട്. ഇത് കേസ് വേറെ ലെവലിൽ. ഞാൻ അല്ലെങ്കിലും പ്രഷർ കൊടുക്കുന്നില്ലല്ലോ. CBIക്ക് പ്രഷർ കൊടുക്കാൻ ഞാൻ ആളല്ല. ഇത് ഒരു കൊലപാതകം നടന്നെന്ന് വെച്ചാൽ ആ കൊലപാതകം ചെയ്ത ആളെ അവർ ചാർജ് ചെയ്യും. ആ ചെയ്യുന്നത് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയാണ്. ഈ മറ്റേ ബ്ലഡ് മണി പോലെ പൈസ കൊടുത്താൽ വിടുന്ന പ്രശ്നം ഇവിടെ ഇന്ത്യൻ ലോയിലില്ല. ഇന്ത്യൻ ലോയിൽ കൊലപാതകം തന്നെ. അതൊരു കുറ്റം തന്നെ. ആ കുറ്റത്തിന് പനിഷ്മെൻറ്റ് കിട്ടിയിരിക്കും. അങ്ങനെയാണ്. ഇത്രയും വർഷത്തെ ഒരു സ്ട്രഗിളായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റക്കാരായിട്ടുള്ളവർ മുന്നിൽ വരണമെന്ന് സാറിന് ആഗ്രഹമില്ലേ? ആ ചോദ്യം നിങ്ങൾ ശരിക്കും ഫ്രേസ് ചെയ്താൽ, അതായത് സാറിൻ്റെ നീണ്ട വർഷത്തെ പോരാട്ടം എന്തുവായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായിരുന്നു എൻ്റെ പോരാട്ടം? 1ാമത്തെ പോരാട്ടം, ഞാൻ കുറ്റക്കാരനല്ല. അത് തെളിവാക്കിയല്ലോ, ക്ലിയറായല്ലോ. അടുത്തത്, ഞാൻ കുറ്റക്കാരനല്ലെങ്കിൽ വേറെ ആരോ കുറ്റം ചെയ്തിട്ടുണ്ട്. അതും ഞാൻ തെളിവാക്കിയല്ലോ. പിന്നീട് എനിക്ക് എന്താ പറയുള്ളൂ? ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം അത് വന്നല്ലോ. അത് ഞാനല്ലല്ലോ ഞാനല്ല ചെയ്യുന്നത്. അത് ജഡ്ജ്മെൻറ്റിൻ്റെ, ദാറ്റ് ഈസ് ജഡ്ജ്മെൻറ്റ്. എനിക്ക് ഇവരെ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് നിർത്തണം. ഇവരെ കുറ്റക്കാരാണ്, ഇവരാണ് ഇത് ചെയ്തത്. അത് മാത്രം. എൻ്റെ ജോലി കഴിഞ്ഞിട്ട് വർഷങ്ങളായിടോ. 3-4 വർഷമായി. ഇപ്പോൾ എന്നെ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാളിനെ പിടിച്ച് ഇരുത്തി വച്ച് എന്നെ അടുത്ത് ചോദിക്കുകയാണ്, എല്ലാം ആലോചിക്കുകയാണ്. എനിക്ക് ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 വർഷം ജോലി ചെയ്തു. റിട്ടയറായപ്പോൾ എല്ലാ ബെനിഫിറ്റും കിട്ടി, പെൻഷൻ കിട്ടി, എല്ലാം കിട്ടി. ഒന്നും ഇനി അവിടെ നിന്ന് കിട്ടാനില്ല. അതായത് സാധാരണഗതിയിൽ റിട്ടയർ ആകുന്ന ആൾക്ക് കിട്ടുന്ന എല്ലാം കിട്ടി. ISR അങ്ങനെ ഒന്നും പിടിച്ചിരുന്ന ആളല്ല. കേസിലെ കുറ്റക്കാരനല്ല എന്ന് കറക്റ്റായിട്ട് 18 മാസത്തിനകം റിസൾട്ട് വന്ന ഉടൻ തന്നെ എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. 94 നവംബർ 30 എന്നെ അറസ്റ്റ് ചെയ്യുന്നു. 96 മെയ് 1 ജഡ്ജ്മെൻറ്റ് വരുന്നു. മെയ് 2 എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇതാണ് ISROയുടെ സ്റ്റേറ്റസ്. പിന്നെ ഐ വാസ് ദെയർ വർക്കിംഗ് ദെയർ.
ഈ ഡേറ്റുകളൊക്കെ എങ്ങനെ ഓർമ്മയിലിരിക്കുന്നു എന്നായിരിക്കും. അത് ഓർമ്മയിലിരുന്ന് പോകില്ല. എല്ലാ ഡേറ്റും ഓർമ്മയിലുണ്ടാവും. അത് ഉണ്ടാകും, നാച്ചുറലായിട്ട് ഉണ്ടാകും. നിങ്ങൾ അതിനെ പോലെ ഒരു 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 സിറ്റുവേഷൻ്റെ വരികയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവും. അത് മാത്രമല്ലല്ലോ, ഇപ്പം അമേരിക്ക അപ്പോളോ 13 എന്നാണ് അവിടെ നിന്ന് തിരിച്ച് വന്നതും അത് എല്ലാം ഓർമ്മ. അത് കമ്പ്യൂട്ടറിൽ കിടക്കും. അത് ഫുള്ളായില്ല, അതങ്ങനെ വരുന്നത് വരെ കിടക്കും. അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്യരുത്, ചിലപ്പോൾ മറന്നു പോകും. ദുരിതങ്ങളൊക്കെ ഇനി ഓർക്കാൻ ആർക്കാണ് ഇതൊക്കെ ഓർക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാണുക? മറ്റെല്ലാം ഓർത്തിരിക്കുന്നു. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഒരാൾ നിങ്ങൾ തല്ലിന്നിരിക്കട്ടെ, തല്ല് കൊണ്ട ആൾ ഞാൻ തല്ലിന്ന് പറയുമോ? അത് സന്തോഷം തരുന്ന കാര്യമാണ്. അതാണ് ഇവിടുത്തെ, അതെന്തിനാണ് മനസ്സിലാക്കാത്തത്?